നമ്മുടെ ആശമാരുടെ ആവശ്യങ്ങൾ. കാരണം ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരാണ് ആയിട്ടാണ് ഞങ്ങളെ അംഗീകരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ശമ്പളമില്ല. ഞങ്ങൾക്ക് 21,000 രൂപ ശമ്പളം കിട്ടണം. ഞങ്ങൾക്ക് പിന്നെ എല്ലാ മാസവും ശമ്പളം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളെ ഒരു സ്ഥിരം ജീവനക്കാരായിട്ട് അംഗീകരിക്കുക. ESA പോലുള്ള നമ്മുടെ ഇൻഷുറൻസുകൾ ഞങ്ങൾക്ക് തരിക. അപ്പം ഇതൊരു ഇപ്പം നടക്കുന്ന സമരം എന്ന് വെച്ചാൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോടാണ് സമരം ചെയ്യുന്നത്, കേരള സർക്കാരിനോടല്ല. കാരണം കേരള സർക്കാർ ഞങ്ങൾക്ക് 1000 രൂപയിൽ നിന്നും 9 വർഷക്കാലം കൊണ്ട് നമ്മുടെ പിണറായി സർക്കാർ ഞങ്ങൾക്ക് 7000 രൂപ ഓണറിന് തന്നിരിക്കുകയാണ്. നമ്മളെ സ്ഥിരം ജീവനക്കാരായിട്ട് അംഗീകരിക്കണം. അത് നമ്മൾ സംസ്ഥാന സർക്കാരിനോടല്ല പറയേണ്ടത്, കേന്ദ്ര സർക്കാരിനോട് തന്നെ പറയുന്നത്. നമുക്ക് എല്ലാവരും ഈ പിന്നെ ജില്ലയിലുള്ളതായാലും സംസ്ഥാനം ഒട്ടാകെ നമ്മൾ ഏകീകരിച്ച് ഉള്ള ഇതാണ്. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള വേതനവും കിട്ടണം, എല്ലാം വേണം. നമ്മൾ ഇപ്പം നടത്തുന്ന സമരം ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ സ്കീമാണല്ലോ ഞങ്ങൾ. അപ്പോൾ കേന്ദ്രം ഞങ്ങളെ അംഗീകരിക്കുന്നില്ല ഇതുവരെയായിട്ടും. കാരണം 60% ഇൻസെൻറ്റീവാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് വരെ ഞങ്ങൾക്ക് ഇപ്പം കുടിശ്ശികയാണ്. ഇപ്പോൾ കേരളം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കേരളത്തിനെതിരെയാണ് ഇപ്പം തിരുവനന്തപുരം നടക്കുന്ന സമരം. കാരണം സംസ്ഥാനം ഒട്ടാകെ CA2 എന്ന ഒറ്റ അഭിലേഷൻ ചെയ്ത യൂണിയനാണ് ഞങ്ങൾ. അതിൽ ഞങ്ങൾ ആരും ആ സമരത്തിൽ പങ്കാളികളല്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ സ്ഥിരപ്പെടുത്തുക, മിനിമം വേജസ് നൽകുക. ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഈ സമരത്തിൻ്റെ പ്രാധാന്യം ഇരിക്കുന്ന മുഴുവൻ ആശമാർക്കും അറിയാം. കാരണം ഞങ്ങളെ ആരെയും കബളിപ്പിക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം ഇവിടെ ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ മുന്നിൽ, കാരണം കേന്ദ്രത്തിൻ്റെ മുന്നിലാണല്ലോ നമ്മൾ സമരം ചെയ്യേണ്ടത്. കാരണം ഞങ്ങളെ അംഗീകരിക്കേണ്ടതും അവരാണ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് സമരം ചെയ്യുന്നത്. അല്ലാതെ കേരളത്തിനോട് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. കേരളം ഞങ്ങളെ ഫുൾ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഓണറേറിയം തരുന്നത് നമ്മുടെ കേരള സർക്കാരാണ്. ഞങ്ങൾ ആശ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. അന്ന് തൊട്ട് ഞങ്ങൾക്ക് പിന്നെ ഇൻസെൻറ്റീവും ഓണറേറിയവും നമ്മുടെ സർക്കാർ തന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന പിന്നെ സമരം അത് രാഷ്ട്രീയപരമായ സമരമാണ്. അതെല്ലാവരും ആശമാരുമല്ല, അത് വെറും ആശമാരെ അധപ്പതിക്കുന്ന ഒരു സമ്പ്രദായം അവിടെ നടക്കുന്നത്. അല്ല, ഞങ്ങൾ 16 വർഷം കൊണ്ട് വേണം കഷ്ടപ്പെടുക. അപ്പോൾ ഞങ്ങൾക്ക് അതിനേക്കുള്ള വേതനങ്ങളും കാര്യങ്ങളും ഒക്കെ വേണ്ടേ. അപ്പോൾ ഇതുവരെ ഞങ്ങൾ നമ്മുടെ കോൺഗ്രസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് 100 രൂപ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് അതിൽ നിന്ന് 7000 രൂപ വരെ ആയില്ലേ. അപ്പം നമ്മുടെ കേരള സർക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്കൊന്നും തരുന്നില്ല. അവരിപ്പോൾ ഇറങ്ങിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ആശമാരെ അപമാനിക്കാൻ, ചട്ടിയെടുത്തും പാത്രം എടുത്തും. ഇപ്പോൾ ആശമാർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജനുവരി സകല പൈസ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഞങ്ങൾക്ക് അങ്ങനെ അപമാനിക്കേണ്ട, ചട്ടി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷേ 16-17 വർഷം കൊണ്ട് ഈ കോൺഗ്രസ്സുകാരൊന്നും ഇതുവരെ രംഗത്തിറങ്ങിയിട്ടില്ല. അന്ന് തൊട്ട് ഈ CA2കാർ തന്നെയാണ് ഇത്രത്തോളം ഈ പാർട്ടി വളർത്തിക്കൊണ്ട് വന്നതും, ഈ CA2 വളർത്തിക്കൊണ്ട് വന്നതും, ആശമാരെ വളർത്തിക്കൊണ്ട് വന്നതും CA2കാർ തന്നെയാണ്. 300 രൂപ തുടങ്ങിയതാണ്. ഞങ്ങൾക്കിപ്പോൾ 7000 രൂപ. അത് കഴിഞ്ഞിട്ട് ഇൻസെൻറ്റീവ് ഉണ്ട്. കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും തന്നിട്ടില്ല. എങ്ങാണ്ട് നക്കാപ്പിച്ചേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇവർ പുറപ്പെടുപ്പിച്ചേക്കും. അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല.